നേവൽ അക്കാദമിക്കാര് പാസിംഗ് ഔട്ട് പരേഡിന് മുമ്പായിട്ട് അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ഏഴിമല നാവിക അക്കാദമി തുടങ്ങി ചെറുവത്തൂര് വരെ അവര് പായക്കപ്പലിൽ തുഴഞ്ഞു പോയി അവിടെ ചെല്ലുക, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടും വരിക. അങ്ങനെ പോകുന്ന ഒരു ദിവസം അതിശക്തമായ കാറ്റും ഒഴുക്കുമുള്ള ഒരു ദിവസമാണ്. വാവിന്റെ അന്നാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴയ്ക്ക് കുറുകെ ഹൈടെൻഷൻ ലൈൻ ഉണ്ടായിരുന്നു. ഹൈടെൻഷൻ ലൈനിൽ ഇവരുടെ പായയുടെ മുള, അതായത് കമ്പിയാണ് ഇവർ പായ കെട്ടാൻ ഉപയോഗിച്ചിരുന്നത് ഉപകരണം. കമ്പിയും ആ കമ്പിയിൽ തട്ടി ഇലക്ട്രിക്കൽ ലൈനിൽ തട്ടിയ പാടെ ഇവരെല്ലാം ഷോക്കായിട്ട് വീണപാടെ ഞങ്ങളുടെ ബോട്ടിലെ സ്രാങ്ക് ലിജുമോൻ കാണുന്നു. ലിജു കണ്ടപാടെ എന്നെ അറിയിക്കുക, ഞാൻ ഉടനെ തന്നെ ആ ജെട്ടിയിൽ ആ ബോട്ടിന്റെ അടുത്തേക്ക് ബോട്ട് വിടുകയാണ് ചെയ്തത്. അപ്പൊ ആ കുട്ടികളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പാസഞ്ചർ ബോട്ടിന് അപ്പോൾ തന്നെ എമർജൻസി ബോട്ടായിട്ട് ഈ ബോട്ടിലേക്ക് അടുപ്പിക്കുകയും അവിടെ ഉണ്ടായ എല്ലാവരെയും ഈ ബോട്ടിലേക്ക് എടുത്തിടുകയും ചെയ്തതുകൊണ്ട് ആ ബോട്ടിൽ എടുത്തിട്ടവരാരും മരണപ്പെട്ടില്ല. നമ്മൾ അവർക്ക് വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്തു.